കയ്പ് ഹൃദയങ്ങളിലുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമില്ല. എന്നാരെങ്കിലും ഒക്കെ ഈ ചോദ്യം ദൈവസന്നിധി ഇന്നും ചോദിച്ചിട്ടുണ്ടാവും. കർത്താവെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുറുകി പോയിട്ടുണ്ടോ? എന്റെ ഈ കഷ്ടത കാണാതെ വണ്ണം അങ്ങയുടെ ചെവി മന്ദമായിട്ടുണ്ടോ? എന്താ എനിക്ക് ഉത്തരം തരാത്തത്? ദൈവം പറയുക, യെശയ്യാ 59 1 വാക്യം മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അതിന്റെ ഉത്തരം 2 വാക്യത്തിലുണ്ട്. അതറിയാമോ? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ വേർപിരിക്കുന്നത്. ഞാൻ ഈ വാക്യത്തിന്റെ ഒക്കെ അർത്ഥം എന്നെ ദൈവം പ്രാക്ടിക്കലി കൂടിയാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ ചില സിറ്റുവേഷൻസിലാണ്. ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുക. ചില പറഞ്ഞ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ കർത്താവ് എന്നോട് പറയാം, ഞാൻ നിനക്ക് അതിന്റെ ഉത്തരം ഈ ദിവസങ്ങളിൽ കാണിച്ചു തരുമെന്ന് മാത്രം കേട്ടു. എങ്ങനെ കാണിച്ചു തരുമെന്ന് അറിയത്തില്ല. ഞാൻ ഉത്തരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ 5 വയസ്സുള്ള മോൻ പുറത്ത് കളിക്കുക. കളിച്ച് മണ്ണിലൊക്കെ കളിച്ച് ട്രക്കൊക്കെ ഓടിച്ച് കളിച്ച് ഓടി വരിക. ദേഹം മൊത്തം ചെളിയാ, കൈ രണ്ടും മറച്ച് മണ്ണ. ഓടി വന്നിട്ട് എന്നോട് ഇതാ പറഞ്ഞത്, മമ്മ എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് എനിക്ക് ഫുഡ് താ. ഇപ്പൊ ഡിന്നർ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് തരാം. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു ആപ്പിൾ എടുത്ത് കഴുകി അതിനെ മുറിച്ച് ഒരു പ്ലേറ്റിലാക്കി അവിടെ വെച്ചു. ഇവൻ ഓടി വന്നിട്ട് ആ പ്ലേറ്റിനകത്തോട്ട് കൈ ഇട്ടപ്പോ ഞാൻ പറഞ്ഞു, കഴിക്കാൻ പറ്റത്തില്ല, ആദ്യം പോയി കൈ കഴുകിയിട്ട് വരാൻ. അപ്പൊ ഇവൻ പറഞ്ഞു, മമ്മി എനിക്ക് വിശക്കുന്നു, ബാത്റൂം വരെ പോയി കൈ കഴുകിയിട്ട് വരാനുള്ള പേഷ്യൻസ് ഇല്ല. ഞാൻ പറഞ്ഞു, കൈ കഴുകി വരാതെ തരത്തില്ല. അപ്പൊ അവൻ പറയാ, പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ കഴിക്കണം. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ആപ്പിള് റെഡിയാ, കട്ട് ചെയ്ത് വെച്ചേക്ക, നിനക്കിപ്പൊ കിട്ടും, പക്ഷെ കൈ കഴുകാത്തോടത്തോളം ഇത് നിനക്ക് കിട്ടത്തില്ല. ഞാനിത് വാശി പിടിച്ച് നിൽക്കുക. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, ഓക്കെ. ഞാൻ നോക്കിയപ്പോ ഓടിപ്പോയി ബാത്റൂമിന്റെ അടുക്കലോട് ചെന്ന് ടാപ്പ് അങ്ങോട്ട് തുറന്നിട്ട് കൈ ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് കൈ ഇങ്ങനെ എടുത്തു. നോക്കിയാൽ കയ്യെ വെള്ളമുണ്ട്. ഓടി വന്നിട്ട് കണ്ടോ ഞാൻ കൈ കഴുകി. ഞാൻ പറഞ്ഞ, ആ കൈ കഴുകല്ല, ഡീപ്പ് ക്ലീനിങ് ആണ് വേണ്ടത്. കൈ ശരിക്കും കഴുകാൻ പറഞ്ഞു. കഴുകുന്നില്ല. പിന്നെ ഞാൻ പോയിരുന്ന് അവനോട് പറഞ്ഞ് കൈ വെച്ച് കഴിയിച്ചു. നഖത്തിന്റെ ഇടയ്ക്കൊക്കെ കാണുമല്ലോ, മണ്ണി കളിച്ച് കഴിയുമ്പോൾ അറിയാലോ. കഴിച്ചിട്ട് ഓടി വന്നു. അവൻ ആപ്പിൾ കഴിക്കാൻ വന്നു. അവൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കും. അവനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാം, നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരും. ഞാൻ ഷോക്കായി പോയി. കർത്താവ് പറയാ, നിന്റെ ഉത്തരം അക്സ എന്റെ കയ്യിൽ റെഡിയാ കേട്ടോ, പക്ഷെ അത് കയ്യിലോട്ട് തരണമെങ്കിൽ നിനക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ നന്മ കയ്യിലോട്ട് തന്നാൽ ദൈവത്തിന്റെ മഹത്വം കിട്ടത്തില്ല. കർത്താവ് പറയാ, നീ ആപ്പിൾ കൈ കഴുകാത്ത കുഞ്ഞിന് കൊടുത്തിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ശരിയാ, വിശപ്പ് മാറും. ചിലർക്ക് അങ്ങനെയാ, അയ്യോ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് മറുപടി കിട്ടി, പക്ഷെ സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, സിസ്റ്ററേ എത്ര നാള് പ്രാർത്ഥിച്ച് കിട്ടിയ ജോലിയാണെന്നറിയാം, പക്ഷെ ഒരു ദിവസം പോലും എനിക്ക് സ്വസ്ഥതയില്ല.